ഇനി KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്ക്. ഇരുളിൻ പുക നീക്കിടാ, കരളിൽ ഹിമപൂച്ചൂടാ, നേരിൻ തിരിനാളമിടാ, പാലിൽ ചിരിത്താരുതിരാ, കൈരളിയിൽ ഹൈറുണരാ, ശൈലങ്ങളിലും വിതറാ, തളിരിൻ ചെടി വിത്തുകളാ ഹരിത. മർഹൂം കണ്ണിയത്ത് ഉസ്താദിന്റെ മകൻ കുഞ്ഞുമോൻ മുസ്ലിയാർ KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ നമ്മോടൊപ്പം ചേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട കുഞ്ഞുമോൻ ഉസ്താദിന് KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിലേക്ക് സ്വാഗതം. കേൾക്കാമല്ലോ? ഇന്നലെ വാഴക്കാട് അങ്ങയുടെ നേതൃത്വത്തിൽ അങ്ങയുടെ പിതാവിന്റെ പേരിൽ ആണ്ട് നേർച്ച സംഘടിപ്പിക്കുകയുണ്ടായി. ആദ്യമായി അതിനുവേണ്ടി കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. എന്താണ് അങ്ങയുടെ നേതൃത്വത്തിൽ ഇന്നലെ വാഴക്കാട് ISP സെന്ററിന്റെ കീഴിൽ നടത്താൻ തീരുമാനിച്ചിരുന്നത്? എന്തൊക്കെ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരുന്നത്? സമയത്തിന്റെ ആണ്ട് നേർച്ചയും അനുസ്മരണ പ്രഭാഷണവുമായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്താണ് പിന്നീട് അവിടെ സംഭവിച്ചത്? പിന്നീട് സംഭവിച്ചത്, ജനങ്ങൾ കണ്ണിയത്തിന്റെ മക്ബറയിലേക്ക് ദ്വാരക്കാൻ പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. സിയാറത്ത് നടത്താൻ സമ്മതിച്ചിട്ടില്ല. പിന്നീട് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ച കാര്യങ്ങൾ? പിന്നീട് അവര് തടയാനുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ നടത്തി. ഇങ്ങനെ മക്ബറന്റെ അരികിൽ പതിച്ചുകൂടി അങ്ങനെ പ്രകോപനപരമായ രീതിയിലായിരുന്നു സ്വഭാവം. മകനായ അങ്ങേക്ക് പിതാവായ കണ്ണിയത്ത് ഉസ്താദിന്റെ മക്ബറ സിയാറത്ത് ചെയ്യാൻ ചേളാരി വിഭാഗം സമ്മതിച്ചില്ല. സമ്മതിച്ചില്ല. അത് എന്നുകൊണ്ട് എനിക്ക് വിഷമമുണ്ട്. എനിക്കെന്നല്ല, ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് വിഷമമുണ്ട്. ആരുടെ നേതൃത്വത്തിലാണ് അവിടെ ചേളാരി വിഭാഗം അക്രമത്തിനായി സംഘടിച്ചെത്തിയത്? അത് സുന്നി വിഭാഗത്തിന്റെ ഒരാൾക്കാരാണ് എന്ന് മനസ്സിലാവുന്നത്. ബാങ്ക് വിളിക്കുന്ന പറഞ്ഞോളൂ. ഈ വിഭാഗം സുന്നികളായിരിക്കും എന്നാണ് മനസ്സിലാവുന്നത്. ബാങ്ക് വിളിക്കുന്ന സമയത്തും അതുപോലെ ദിക്ർ ദുആ നടക്കുന്ന സമയത്തുമൊക്കെ അങ്ങയുടെ പിതാവിന്റെ സവിധത്തിൽ വെച്ചും പള്ളിയുടെ പരിസരങ്ങളിൽ വെച്ചുമൊക്കെ വിഘടിത വിഭാഗം കൂവി വിളിക്കുകയുണ്ടായി. ഈ നടപടിയെ എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? അത് വളരെ വളരെ അപലപനീയമായ കാര്യമാണ്. വളരെ ജനങ്ങൾക്ക് ഒരു വിധത്തിലും അത് ഒരു നല്ല സ്വഭാവമായി തോന്നുന്നില്ല. 8 മണിക്ക് പരിപാടികൾ അവസാനിപ്പിക്കുകയുണ്ടായി. എന്തായിരുന്നു കാരണം? ജനങ്ങൾ പ്രകോപനപരമായ രീതിയിൽ പെരുമാറിയതുകൊണ്ട് തന്നെ ഒന്നും സമ്മതിക്കാത്ത രൂപത്തിലുള്ള. അടുത്ത വർഷം ഇതുപോലെ വിപുലമായി ആണ്ട് നേർച്ച നടത്താൻ തീരുമാനമുണ്ടോ? എന്താണ് ആഗ്രഹം? അടുത്ത വർഷം വിപുലമായി നടത്താൻ തീരുമാനം ഉണ്ടെന്ന് എനിക്ക് സ്വയം അത് പറയാൻ സാധിക്കുകയില്ല. നടത്താൻ ആഗ്രഹം ഉണ്ടാവാം. അങ്ങയുടെ പിതാവിന്റെ പിൻഗാമികൾ എന്ന് യഥാർത്ഥ സമസ്തക്കാർ എന്നുമൊക്കെ അവകാശപ്പെടുന്ന ചേളാരി വിഭാഗം യഥാർത്ഥത്തിൽ ഇത് അവകാശപ്പെടാൻ അവർക്ക് അർഹതയുണ്ടോ? സത്യത്തിൽ അവർക്ക് അവകാശമില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഒരു കാലത്ത് അങ്ങയുടെ പിതാവ് മർഹൂം കണ്ണിയത്ത് ഉസ്താദ് പ്രസംഗിക്കുന്ന വേദികളിൽ ഖമറുൽ ഉലമയെയും താജുൽ ഉലമയെയും ഒക്കെ അങ്ങയുടെ പിതാവ് ആരായുന്ന സമയങ്ങളിൽ മൈക്ക് ഓഫ് ചെയ്യാറുണ്ടായിരുന്നു. ആരായിരുന്നു ഇതിന്റെ പിന്നിൽ? മൈക്ക് ഓഫ് ചെയ്തത് അതിന്റെ സംഘാടകരിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കാം. അതാരെന്ന് എനിക്ക് പറയാൻ പ്രയാസമുണ്ട്. അങ്ങയുടെ പിതാവായ കണ്ണിയത്ത് ഉസ്താദ് മുഖം കെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ?
ആർക്കെതിരായിരുന്നു പ്രാർത്ഥന? അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയിട്ടില്ല. അത് പ്രചരണമാണ്. നടത്തിയിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് അവർക്ക് തിരിച്ചടിച്ചത് ആണ് അത് സംഭവിച്ചത്. തിരിച്ചായിരിക്കും അവർക്ക് സംഭവിച്ചത്. കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം അങ്ങയുടെ പിതാവിനെ കോടതി കയറ്റിയെന്ന് ചേളാരി വിഭാഗം ആരോപിക്കുന്നു. എന്താണ് സത്യാവസ്ഥ? കോടതി കയറ്റി എന്ന് പറയുന്നത് ശരിയല്ല. അത് വെറുതെ പ്രചരിപ്പിച്ചതാണ്. അങ്ങേര് കോടതി കയറിയിട്ടുണ്ടോ പിതാവ്? കോടതി കയറിയിട്ടില്ല. അത് ചേളാരി വിഭാഗത്തിന്റെ വെറും ആരോപണം മാത്രമാണ്. എന്തായിരുന്നു അങ്ങയുടെ പിതാവിന്റെ അന്ത്യാഭിലാഷങ്ങൾ? അത് സമസ്ത ഒന്നാകണമെന്നുള്ള അഭിലാഷം ഉണ്ടായിരുന്നു. അന്ന് തന്നെ കാന്തപുരം ഉസ്താദിനോടും അതുപോലെ താജുൽ ഉലമയോടും ഒക്കെ ഉണ്ടായിരുന്ന സമീപനം എന്തായിരുന്നു? സമീപനം നല്ല നിലയ്ക്ക് തന്നെയാണെങ്കിലും അത് അവര് മുഖതാവിൽ കാണൽ വളരെ കുറവായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങ് ചേളാരി പ്രസ്ഥാനം വലിച്ചെറിഞ്ഞ് കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിൽ അണിചേരാൻ കാരണം? അവര് മുജാഹിദ് ഐക്യം കാരണമാണ് ഇപ്പോൾ കാന്തപുരം ഉസ്താദിന്റെ സുന്നിയിൽ അണിചേരാൻ കാരണം. കാന്തപുരം ഉസ്താദിന്റെ പ്രസ്ഥാനത്തിൽ അണിചേർന്നതിന് ശേഷം മറുവിഭാഗത്തിൽ നിന്നും എന്തെങ്കിലും ഭീഷണികൾ അങ്ങ് നേരിട്ടിട്ടുണ്ടോ? ഭീഷണികളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി എന്താണ് അങ്ങയുടെ ഭാവി പദ്ധതികൾ? ഉസ്താദിന്റെ സുന്നിയിൽ പ്രവർത്തകനായി മുന്നോട്ട് പോകണം എന്നാണ് എന്റെ തീരുമാനം. ഇപ്പോൾ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും റേഡിയോ വഴിയും KMIC TV വഴിയും ഇന്ത്യയിലെയും GCCയിലെയും ഏഷ്യൻ രാജ്യങ്ങളിലെയും അങ്ങയുടെ ശബ്ദം ശ്രവിക്കുന്ന ആയിരങ്ങളോടായി വിശിഷ്യ മർഹൂം കണ്യൂത്ത് ഉസ്താദിന്റെ മകൻ എന്ന നിലക്ക് എന്താണ് പ്രേക്ഷകർക്ക് നൽകാനുള്ള നിർദ്ദേശം? താജുൽ ഉലമയുടെയും അമറുൽ ഉലമയുടെയും നേതൃത്വത്തിലുള്ള സുന്നി ക്ലാസിൽ അണിചേർന്ന് പ്രവർത്തിക്കണം എന്നാണ് ആഹ്വാനം ചെയ്യാൻ. നന്ദി. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ അങ്ങ് പങ്കെടുത്ത് സംസാരിച്ചതിന്, വിലപ്പെട്ട ഉപദേശങ്ങൾ തന്നതിന് വളരെ നന്ദി അറിയിക്കുന്നു. KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ മർഹൂം കണ്യത്ത് ഉസ്താദിന്റെ മകൻ കുഞ്ഞുമോൻ മുസ്ലിയാരുടെ വാക്കുകളാണ് ഇതുവരെ കേട്ടത്. KMICയിൽ ഇനി ഹാഫിൽ അബൂബക്കർ സഖാഫി പന്നൂരിന്റെ പ്രഭാഷണം തത്സമയം ശ്രവിക്കാം.